കഞ്ചാവ് വാങ്ങുന്നതിന് വേണ്ടി ബൈക്കിലും സ്കൂട്ടറിലും കറങ്ങി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സ്ത്രീകളുടെ മാല മോഷ്ടിക്കുന്ന രണ്ടംഗ സംഘം പത്തനംതിട്ട കോന്നിയിൽ പിടിയിൽ. തണ്ണിത്തോട് സ്വദേശി വിമൽ സുരേഷും വടശ്ശേരിക്കര സ്വദേശി സൂരജ് എം നായരുമാണ് അറസ്റ്റിലായത്. കോന്നി ഇൻസ്പെക്ടർ പി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ദില്ലിയിലേക്ക് കടന്ന പ്രതികളെ അതിവിദഗ്ധമായി കുടുക്കിയത്. കഴിഞ്ഞ മാസം 20-ന് പട്ടാപ്പകൽ കോന്നി ആഞ്ഞിലക്കുന്നിൽ വെച്ചായിരുന്നു മാല പൊട്ടിക്കാനുള്ള പ്രതികളുടെ ആദ്യ ശ്രമം. പിന്നീട് അന്ന് വൈകുന്നേരവും തൊട്ടടുത്ത ദിവസവും ഇരുചക്ര വാഹനങ്ങളിലെത്തി സ്ത്രീകളുടെ മാല പൊട്ടിക്കാൻ പ്രതികൾ ശ്രമം നടത്തി. നമ്പർ പ്ലേറ്റ് മറച്ചും ബൈക്കും സ്കൂട്ടറും മാറി മാറി ഉപയോഗിച്ചതും അന്വേഷണത്തിന് തടസ്സം സൃഷ്ടിച്ചു. റോഡരികിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ പുറകിലൂടെ സ്കൂട്ടറിലെത്തി നമ്പർ പ്ലേറ്റ് മറച്ചു വെച്ചു. അതുപോലെ ഹെൽമറ്റുകൾ ധരിച്ചുമാണ് ഇവർ മാല പിടിച്ചു പറിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. 3 സ്ത്രീകളുടെ മാലയാണ് കോന്നി ലിമിറ്റിൽ അവർ പിടിച്ചു പറിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. എല്ലാ കേസിലേക്കും ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ ലഹരി മരുന്നുകൾക്ക് അടിമയാണ്. ഈ സ്വർണ്ണമാല പിടിച്ചു പറിച്ച് അതിൽ നിന്നും കാശുണ്ടാക്കി ലഹരി മരുന്നുകൾ വാങ്ങുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ ഈ ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ലഹരിക്കടിമകളായ യുവാക്കളായ പ്രതികൾ മോഷണശ്രമങ്ങൾക്ക് ശേഷം കഞ്ചാവ് മേടിക്കാനായി ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. ഡൽഹിയിൽ നിന്നുള്ള തിരികെ യാത്രയിൽ ചങ്ങനാശ്ശേരിയിൽ വെച്ച് പോലീസ് പ്രതികളെ പിടികൂടുകയായിരുന്നു. കോന്നി ഡിവൈഎസ്പി രാജപ്പൻ റാവുത്തറിന്റെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ പി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.